അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ജീവിതത്തിൽ പലരും കാണാത്ത ഒരു ഭയങ്കര വെറൈറ്റി ഐറ്റമാണ്. ഇത് കാണാമെന്ന് ഇതിപ്പം തിരിച്ചു വെച്ചൊന്ന് നിങ്ങൾ കാണുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഞങ്ങൾ എപ്പോഴുള്ള വീഡിയോ പോലെയല്ല, വീഡിയോ ഫോൺ തിരിച്ചു വെച്ച് ഇതിൻ്റെ അനുഭവം പൂർണ്ണമായിട്ട് നിങ്ങൾ ആസ്വദിക്കണം. ഒരിക്കലും ഇത് ആസ്വദിക്കാണ്ട് പോകരുത്. ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരാത്ത ഒരു 10 മിനിറ്റാണ്. അപ്പം നമുക്ക് ആളെ കാണിച്ചു തരാം. ചന്ദ്രചേട്ടാ, അപ്പോൾ ഇതൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതൊക്കെ ഇത്രമാത്രം കാലം ഇത് സൂക്ഷിക്കാന്ന് റെക്കോർഡെന്ന് പറഞ്ഞ കാര്യം. എൻ്റെ ഈ സൈസ് റെക്കോർഡ് 2000 റെക്കോർഡുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തേ മോനെ, ഒന്ന് മാർക്കേട്ടൊക്കെ ഒന്ന് കാണട്ടെ. ആൾക്കാർ കാണാത്ത ഒരുപാട് പേര് കാണും ഇതൊക്കെ. ഇതിൽ കൂട്ട് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാന്ന് പറഞ്ഞാൽ നമ്മളൊന്നും നമ്മുടെ ജനറേഷനൊന്നും ഇത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ പാട്ട് കേട്ടിട്ടില്ല. സിനിമയിൽ കൂടെ ഒക്കെ ഇങ്ങനെ കാണിക്കുന്നല്ലാണ്ട്. ചില സ്പീഡ് അങ്ങ് പൊട്ടേ മോനെ. എൻ്റെ കയ്യിൽ ഈ സൈസ് റെക്കോർഡുകൾ LP റെക്കോർഡുകൾ 2000-ഓളം റെക്കോർഡുകളുണ്ട്. 2000 എണ്ണം പല രീതിയിൽ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, കർണാട്ടിക് മ്യൂസിക്, അങ്ങനെ എല്ലാ സൈസ് റെക്കോർഡുകളും 2000. ഇത് എൻ്റെ ഓഡിയോ കാസറ്റിൻ്റെ ഒരു കളക്ഷനാണ്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അത് ന്യൂ ജനറേഷൻ ഒന്നും ഇത് കണ്ടിട്ട് കാണില്ല. CD വരെയൊക്കെ ഉള്ളത് ഏകദേശം കണ്ടു കാണും. ഓക്കെ അതിനെ പൊട്ടിക്കാത്തതാണോ ഇരിക്കണേ? ഇത് പൊട്ടിക്കാത്ത അന്നത്തെ കാലത്ത് 25 വർഷം മുമ്പ് വാങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇത് 120-ന്റെ ഉണ്ട്, 90-ന്റെ ഉണ്ട്, TDK മാക്സിൽ 60-ന്റെ ഉണ്ട്. അങ്ങനെ അന്നത്തെ കാലത്ത് നമ്മുടെ അത് ഫുള്ളായിട്ടിരിക്കണ അല്ലേ? അതെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വാങ്ങി വച്ച കാസറ്റുകൾ ഇരിക്കണതാണ്. ഇനിയാണ് നിങ്ങളെല്ലാം ഞെട്ടാൻ പോകുന്ന ഐറ്റംസ്. അതായത് നമ്മുടെ ഗാന്ധിജി വെടിയേറ്റ് മരിച്ചപ്പോൾ തൊട്ടുള്ള ഒരു സംഗതികളുണ്ട്. കണ്ടോ? അപ്പൊ നിങ്ങൾ ഞെട്ടാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞതിൽ ആദ്യത്തെ കാര്യം, ഇത് എത്രയായിട്ടാ? ഇത് ഏത് മോഡലായിട്ടാ? ഇത് 78 മോഡലാണ്. 78 മോഡൽ. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇവിടെ ഇരിക്കുന്നത്. 78. അപ്പൊ ഇതിന്റെ അകത്ത് ഇതൊന്ന് കാണിച്ചു കൊടുത്തത്. ഇതാണ് റെക്കോർഡ് തുറന്ന് കാണിച്ചില്ല. റെക്കോർഡ് ഇതാണ്. ഈ റെക്കോർഡ് ഇടുക കേട്ടോ. ഇടണം. ഒന്ന് കാണിച്ചു കൊടുത്തരാൻ മതി. തരണം. എല്ലാവരും ഒന്ന് കണ്ടു കാണില്ല. അത് ഇട്ടോ കേട്ടോ. നമുക്ക് ഒരു പാട്ട് കേൾക്കാം. അങ്ങനെ വെച്ചു. കറങ്ങണു. ഇനി അത് കയറ്റി അങ്ങ് തൊട്ടി വയ്ക്കുക അല്ലേ? ശകലം ഒച്ച ചേട്ടാ. ഇന്നത്തെ പാടാലേ. രണ്ടാമത്തെ ഒന്ന് നോക്കാട്ടോ. ഇത് പൈനിയർ കമ്പനിയുടെ 707 എന്ന് പറയുന്നത് പ്രസിദ്ധമായ റീൽ ടു റീൽ പ്ലെയർ ആണ്. സ്പോൾ ടേപ്പ് റെക്കോർഡറാണ്. കലാനിലയം നാടകത്തിലൊക്കെയാണ് ഇത് ഉപയോഗിച്ചത്. ആൾക്കാർ കാണട്ടെ. ഇത് കാണാത്ത ഒരുപാട് പേര് കാണും. നമുക്ക് അതൊന്ന് വെച്ച് നോക്കാം. ഓക്കെ. ഇത് ഇങ്ങനെ കറങ്ങുമല്ലോ ഈ സാധനം. അതെ അതെ അതെ. അടുത്ത സാധനത്തിലേക്ക് നോക്കുവാണ്. ഇതിന്റെ പേരെന്നാണ്? ഇത് റീൽ ടു റീൽ. അതിന്റെ തന്നെ വലിയ സെറ്റാണ്. ഇത് കണ്ടതിന്റെ വലിയ ഇതാണ്. ഇതിന്റെ അകത്തേക്ക് പാട്ട് വെക്കണത് എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയാൻ പാടില്ല. കാണിച്ചു തരട്ടെ ഒന്ന്. ഇത് റിവോക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണിത്. ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അങ്ങനെ തിരിക്കണം. അതെ ഇങ്ങനെ തിരിച്ചു എന്നിട്ട് റിബൺ കറക്റ്റാക്കി വള്ളി കറക്റ്റാക്കി ഇടണം. സൈക്കിളിന്റെ ചെയിൻ ഇടുന്ന പോലെ കറക്റ്റാക്കി ഇടണം. എന്നാലേ അത് ശരിയാവുള്ളൂ. ഇത് പിന്നെ ഇത് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇത് കാണിച്ചു കൊടുത്തേ മോനെ. സുപ്രസിദ്ധമായ ഒരു ആംപ്ലിഫയറാണ്. പൈനിയർ കമ്പനിയുടെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ആംപ്ലിഫയറായത്. ആംപ്ലിഫയർ വിത്ത് റേഡിയോ റിസീവറാണ്. ഇത് 76 മോഡലാണ്. 76 മോഡലാണ്. 32 കിലോ ആണ് ഇതിന്റെ വെയിറ്റ്. SX 1250 കിലോ ഉണ്ടോ ഇത്? അതെ. അതെ. 160 വാട്ടാണ് പെർ ചാനല്. അവരുടെ പൈനിയർ കമ്പനിയുടെ തന്നെ ഒരു പ്രസ്റ്റീജ് ആംപ്ലിഫയർ ആണ്. അതെ. അമേരിക്കയിലെ ഇതിന് $3500 വിലയുണ്ട്. അമേരിക്കയിൽ. ഇവിടെ അത് റയറായിട്ടാണ് കിട്ടാനുള്ളൂ. എന്നാൽ നമുക്ക് ആ പറഞ്ഞ പോലെ ഒരുമാതിരി കണ്ടിട്ടുള്ള സ്റ്റീരിയോ, പണ്ടത്തെ കാലത്തെ സ്റ്റീരിയോ. അതെ. പണ്ട് കാലത്ത് ഗൾഫിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവന്നുകൊണ്ടിരുന്ന സാധനമാണ്.
ഇത് വളരെ ക്ലാരിറ്റിയുള്ള ആ കാലഘട്ടത്തിലെ 72, 73 ഏറ്റവും ക്ലാരിറ്റിയുള്ള സ്റ്റീരിയോ ഇറങ്ങിയ കാലത്തുള്ള ഇത് സാനിയോ ജപ്പാൻ. സാനിയോ ജപ്പാൻ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു ഇതുപോലെ സാനിയോയുടെ ഒരു സ്റ്റീരിയോ. ഒന്ന് വച്ചു നോക്കാം അല്ലേ? ഓക്കെ. ഇത് അക്കായി 530 എന്ന് പറയുന്ന ഗ്ലാസ് ഫ്രൈറ്റ് ഹെഡിന്റെ ആ കാലഘട്ടത്തിലെ സൂപ്പറാണ് ഇവൻ. ഇതിന്റെ ടോണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ടോണാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഒരു സെറ്റാണ് അക്കായി 530. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട സെറ്റിൽ നിന്ന് നമുക്കൊരു പാട്ടങ്ങ് കേൾക്കാം. അതെ സ്റ്റീരിയോ. ഓക്കെ. മണലോരങ്ങളിൽ നിന്നെ കാണാൻ എന്തു രസം, നിന്നെ കാണാൻ എന്തു രസം. ഒരു ലോകപ്രസിദ്ധനായ ഒരു സൗണ്ട് എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത ഒരു ആംപ്ലിഫയർ ആണ് ബോബ് കാർവർ. ഇതിന്റെ ഈ ആംപ്ലിഫയർ ഇവരുടെ ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട്. ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ഇതിന്റെ സൗണ്ടും ഒക്കെ സ്പെഷ്യൽ സൗണ്ടാണ്. ആരും വാങ്ങാൻ കൊതിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ്. ഇത് അമേരിക്കനാണ്. അപ്പോൾ കാർവറിൽ നിന്ന് ഒരു പാട്ട് കേട്ടോ. ഓക്കെ. മഞ്ഞുമൂടിയ മരതകങ്ങളോ 75 കൂട്ടിക്കോ. 75 കാലത്തെ ഓട്ടോമാറ്റിക് ഈക്വലൈസർ ആണ് സാൻസുയുടെ. അതെ, ഇപ്പം നമ്മുടെ സൗണ്ട് മിക്സറിലൊക്കെ ഉള്ള സ്റ്റുഡിയോ മിക്സറിലൊക്കെ ഉള്ള അത് അന്നത്തെ കാലത്തെ. ഒന്ന് കേട്ടു നോക്കാം, ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. ഓക്കെ, സ്റ്റാർട്ട് ആവുകയാണേ. അപ്പൊ ഇനിയാണ് നമ്മൾ ഏറ്റവും പഴക്കമുള്ള ഇവിടെ ഉള്ളതിൽ ഏറ്റവും പഴക്കമുള്ള 1952 മോഡല് സാധനമാണ്. ഇതൊരു അമേരിക്കൻ ആംപ്ലിഫയർ ആണ്. ഇതിന്റെ പേര് ഹിൽ ഹിറ്റ് എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ ആണത്. ഹിൽ ഹിറ്റ്സ്. അതൊക്കെ ഇതൊക്കെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ആംപ്ലിഫയർ ആണ്. പക്ഷെ ഇപ്പോഴും അതിന്റെ സൗണ്ട് ക്ലാരിറ്റി എന്ന് പറയുന്നത് അടിപൊളി സൗണ്ട് ക്ലാരിറ്റിയാണ്. ഒന്ന് കേൾക്കാട്ടോ. ഓക്കെ. ഇനിയിപ്പോ എല്ലാത്തിനും കൂടെ പാട്ട് കേട്ട് പോകണേ നമുക്ക് ഒരുപാട് നേരം. ഇതിന്റെ അകത്ത് ഇവിടെ അനേകം സെറ്റുകൾ ഉണ്ട്, നിരവധി. ഒന്ന് പരിചയപ്പെടുത്താം ഇതിന്റെ എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം. പുള്ളിക്കും പാക്ക് ചെയ്യാണ്ട്. ഓക്കെ. ഇത് സ്കോട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ആംപ്ലിഫയർ ആണ്. സ്കോട്ട് ഇതൊരു അടുപ്പിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊരു യൂറോപ്യൻ മേക്കാണ് സ്കോട്ട്. പിന്നെ ഇത് കാർവർ നമ്മൾ പരിചയപ്പെട്ടു. ഇത് 10 CD ഇടാവുന്ന കാർവറിൻ്റെ തന്നെ CD പ്ലെയർ ആണ്. ഇത് ഫിലിപ്സിൻ്റെ ഒരു CD പ്ലെയർ ആണ്. ഇത് നാട് എന്ന് പറയുന്ന കമ്പനിയുടെ ലോകത്തിലെ ഏറ്റവും നല്ല 10 ആംപ്ലിഫയറുകൾ ഏറ്റവും നല്ല 10 ആംപ്ലിഫയറുകളുടെ പട്ടികയിൽ വരുന്ന 4-മത്തെയാണോ 5-മത്തെയാണോ ആംപ്ലിഫയർ. ലോകത്തിലെ ഏറ്റവും ക്ലാരിറ്റി ഉള്ള ആംപ്ലിഫയർ. ഇത് നാട് 3020 എന്നാണ് ഇതിൻ്റെ നമ്പർ. നാടെന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇത് സാനിയോ, നമ്മുടെ പ്രിയപ്പെട്ട സാനിയോ. ഇത് ജപ്പാൻ മേക്കാണ്. അവരുടെ ഒരു ആംപ്ലിഫയർ ആണ്. 80 വാട്ട് പെർ ചാനൽ ഔട്ട്പുട്ടുള്ള. ഇത് ടെക്നിക്സിന്റെ ഒരു CD പ്ലെയർ ആണ്. ഇതൊക്കെ ഏകദേശം എത്ര വർഷം പഴക്കം കാണും? ഇതെല്ലാം ഒരു 70-80 ഇടയ്ക്കുള്ള ആംപ്ലിഫയർ. ഇതൊക്കെ അതിനൊക്കെ മുകളിൽ പഴക്കമുണ്ട്.
ഇത് സാൻസുയിയുടെ AUD 707 എന്ന് പറയുന്ന ആംപ്ലിഫയർ. AUD 707 എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ് ഏറ്റവും കൂടുതൽ അമേരിക്കക്കാർക്കും യൂറോപ്യൻസിനും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സൗണ്ട്. അതെ, സാൻസുയി. ഇവരുടെ ഒത്തിരി നമ്പറുകളുണ്ട്, ഒത്തിരി ആംപ്ലിഫയറുകളുണ്ട്, ഒത്തിരി ആംപ്ലിഫയർ. ഏറ്റവും ക്വാളിറ്റിയിൽ ആംപ്ലിഫയർ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഇത്. നമ്മൾ പറഞ്ഞത് SX 1250 നമ്മുടെ തറവാടിയാണ്. അതുപോലെ ഈ കാർവറും ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആംപ്ലിഫയർ. ഇത് 32 കിലോ തൂക്കമുള്ള സാധനം ആംപ്ലിഫയർ ആണ്. പിന്നെ ഇത് ടിയാക്ക് എന്ന് പറഞ്ഞാൽ അതും ഒരു പ്രസിദ്ധമായ കമ്പനിയാണ്. ടിയാക്ക് അത് ടിയാക്കിൻ്റെ അതെ ടിയാക്കിൻ്റെ ഈക്വലൈസർ. അത് ഇതൊക്കെ എൻ്റെ ഒരു പണ്ട് പഴയ കാലത്തുള്ള. പിന്നെ ഇത് അത് സാംസങ്ങിന്റെ ഒരു CD പ്ലെയറാണ്. സാംസങ്ങിന്റെ ഒരു CD പ്ലെയറാണ് അത്. ലീമാക്കോസ്റ്റിക് എന്ന് പറയുന്ന ലീമാക്കോസ്റ്റിക് എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ വളരെ പ്രസിദ്ധമായതും വളരെ ക്വാളിറ്റി ഉള്ളതുമാണ്. നമ്മുടെ മാക്കിന്തോഷിൻ്റെ ഒക്കെ അത്രയും ക്വാളിറ്റിയുള്ള സാധനമാണ് ലീമാക്കോസ്റ്റിക്. അത് ഇംഗ്ലണ്ടാണ്. ലീമാക്കോസ്റ്റിക്കിൻ്റെ CD പ്ലെയറും ആംപ്ലിഫയറും അത് വലിയ വിലയുള്ള ആംപ്ലിഫയറാണ് അത്. ഇത് സാൻസുയുടെ ഈക്വലൈസർ. സോണി കമ്പനിയുടെ ഒരു പ്രസിദ്ധമായ ഒരു ആംപ്ലിഫയറാണിത്. ഇത് 33 ESR വളരെ ക്ലാരിറ്റി ഉള്ള ഒരു ആംപ്ലിഫയറാണ് സോണിയുടെ. ഇതും ആളുകൾ വളരെ ആഗ്രഹിക്കുന്ന ഒരു ആംപ്ലിഫയറാണ് സോണിയുടെ. കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് യമഹ C4 എന്ന് പറയുന്ന പ്രീ ആംപ്ലിഫയറാണിത്. യമഹ C4 ഇതൊക്കെ വളരെ പ്രസിദ്ധമായ ആംപ്ലിഫയറാണ്, പ്രീ ആംപ്ലിഫയർ. ചന്ദ്രൻചേട്ടൻ്റെ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടു. നാളെ അമേരിക്കയിൽ രാത്രി പോകണം. അപ്പോൾ എല്ലാവരോടും ഒരു ബൈ പറഞ്ഞ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്നും കാണാത്തവരെ ഇത് ഒരുപാടിടത്തൊന്നും കാണാൻ സാധ്യതയില്ല. റെയർ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനും എനിക്ക് സാധിച്ചതിലും വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ചന്ദ്രൻ നന്ദി പറയുന്നു. അതോടൊപ്പം നാളത്തെ ഒരു നല്ലൊരു ജേർണി വിഷ് ചെയ്യണം. അപ്പം എല്ലാവരും ഒന്ന് വിഷ് ചെയ്ത് അവസാനിപ്പിക്കാം. ഓക്കെ.